വൈകിയെ ചേർത്ത് പിടിച്ച് ധ്രുവ് മുന്നോട്ട് നടന്നു. ട്രെയിൻ സീറ്റിൽ വൈകിയെ ഇരുത്തി ഡ്രൈവിംഗ് സീറ്റിലേക്ക് അവനും കയറി കാർ സ്റ്റാർട്ട് ചെയ്തു. വൈഗ അവനോട് ചോദിച്ചു, നമ്മളെവിടെ പോവുകയാ? അത് ഹോസ്പിറ്റലിൽ. അതും പറഞ്ഞ് അവൻ കാർ മുന്നോട്ടേക്കെടുത്തു. വൈകിയെ ഹോസ്പിറ്റലിൽ കാണിച്ച ധ്രുവ് അവളെ തിരികെ വീട്ടിൽ കൊണ്ടുവിട്ടു. വൈഭവ് അപ്പോൾ പുറത്തു പോയിരിക്കുകയായിരുന്നു. അത് അവൾക്കൊരാശ്വാസമായി തോന്നി. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ വല്ലതുമൊക്കെ നടന്നേനെ എന്ന് അവൾ മനസ്സിലായി ഓർത്തു. പെട്ടെന്ന് അവൾക്ക് ധ്രുവിൻ്റെ പെർഫ്യൂം സുഗന്ധം അവളുടെ പിന്നിലായി അനുഭവപ്പെട്ട് അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി. പെട്ടെന്നാണ് ചെക്കൻ തുമ്മാൻ തുടങ്ങിയത്. അവൾ അവനെ തിരിഞ്ഞൊന്ന് നോക്കിയതും അവൻ്റെ കണ്ണും മുഖമെല്ലാം ചുവന്നു കിടക്കുന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിഞ്ഞില്ല. ധ്രുവിനെ പിടിച്ച് അവൾ ബെഡിലായി ഇരുത്തി. എന്നിട്ട് സ്റ്റീം എടുത്തിട്ട് വന്നു. അവൾ ആവി പിടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു. എന്നിട്ട് ധ്രുവിൻ്റെ തലയിൽ ബെഡ്ഷീറ്റ് ഇട്ടു. പെട്ടെന്ന് ധ്രുവ് അവളെ പിടിച്ച് അവൻ്റെ മടിയിലായിരുത്തി. വൈഗ, അവൻ്റെ ഹസ്കി വോയിസ്, നിനക്കും വയ്യല്ലോ, നമുക്ക് ഒരുമിച്ച് ആവി പിടിക്കാം. അത് പതിഞ്ഞതും വളരെ നേർത്തതുമായ അവൻ്റെ സ്വരം അവളുടെ ഉള്ളിൽ ഒരു വിറയലുണ്ടാക്കി. അവൻ ബെഡ്ഷീറ്റ് എടുത്ത് രണ്ടുപേരുടെയും തലയിലായിട്ടു. അവൾ കുതറി മാറാൻ നോക്കി. ധ്രുവിൻ്റെ രണ്ട് കൈയും അവളുടെ ഇടുപ്പിലായി അമർന്നു. അവൾക്കൊന്ന് ചലിക്കാൻ പോലുമായില്ല. വൈഗ, എന്താ പെണ്ണെ നീ ഇങ്ങനെ? എന്നിൽ നിന്നും നീ അകലുന്ന ഓരോ നിമിഷവും ഞാൻ എന്നിലേക്ക് അടുക്കും. അവൻ്റെ കാറ്റുപോലുള്ള സൗണ്ട് അവിടെ എന്തെല്ലാമോ വികാരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ധ്രുവ് അവളെ ഒന്നുകൂടെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. ഇപ്പോൾ അവൻ്റെ നിശ്വാസം അവളുടെ കഴുത്തിലാണ് പതിക്കുന്നത്. അവൻ്റെ ബലിഷ്ഠമാകുന്ന ശരീരം അവളിലേക്ക് കൂടുതൽ ചേർന്നു. അത് അവളെ കൂടുതൽ തളർത്തി. അവൾ ഒരു താങ്ങിനായി അവൻ്റെ വിരിഞ്ഞ നെഞ്ചിലേക്ക് ചാരി. പെട്ടെന്ന് ധ്രുവ് അവൻ്റെ ചുണ്ട് അവളുടെ കഴുത്തിലായി പതിപ്പിച്ചു. അവൻ്റെ കൈകൾ അവളുടേതുമായി കോർത്തു. ഈ ഒരു നിമിഷം പെട്ടെന്ന് അവസാനിക്കല്ലേ എന്ന് അവൻ മനസ്സിലായി പറഞ്ഞു. രണ്ടുപേരും സകലതും മറന്ന് അങ്ങനെയിരുന്നു. പെട്ടെന്നാണ് അവൾക്ക് സ്വബോധം വന്നത്. അവൾ അവനെ തള്ളി മാറ്റി എണീറ്റു. രസചുരുട്ട് മുറിഞ്ഞതുപോലെ അവൻ അവളെ നിർത്തി നോക്കി. എന്താടി? അവൻ ചോദിച്ചു. അവൾ മൗനമായി നിന്നു. അത് ആരെങ്കിലും വന്നാലോ എന്ന് പേടിച്ചിട്ട് അവൾ മറുപടി പറഞ്ഞു. അവൻ അവളുടെ ബെഡിൽ നിന്നും എണീറ്റു. പതിയെ അവളുടെ അടുത്തേക്ക് വന്നു. ആരെങ്കിലും വന്നാൽ എന്താ വൈഗ? അതും പറഞ്ഞ് അവൻ അവളുടെ രണ്ട് സൈഡിലുമായി കൈ കുത്തി നിന്നു. അവൾക്ക് എന്ത് പറയണമെന്നറിയുന്നില്ലായിരുന്നു. അവളൊരു നിമിഷം അവനെ കണ്ണെടുക്കാതെ നോക്കുന്നു. മനസ്സിലായി പറഞ്ഞു, ദൈവമേ, ഇവൻ എന്തിനുള്ള പുറപ്പാടാ? വീണ്ടും ചെക്കൻ്റെ പതഞ്ഞ സ്വരം കേട്ടതും അവളൊരു നിമിഷം അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. പെട്ടെന്ന് അവൻ കുനിഞ്ഞു വന്ന് അവളുടെ ചെവിയിലായി പറഞ്ഞു, വൈഗ, നീ എൻ്റേതാണ്, അന്നും ഇന്നും ഇപ്പോഴും. ആര് വന്നാലും കണ്ടാലും ഐ ഡോണ്ട് കെയർ. അതും പറഞ്ഞ് അവൻ അവളുടെ കാതിനെ പതിയെ ഒന്ന് കടിച്ചു. ധ്രുവ്. അവൾ ചെവി ഒഴിഞ്ഞുകൊണ്ട് അവനെ ഒന്ന് നോക്കി. ചുണ്ടുകൂട്ടി. പെണ്ണിൻ്റെ ആ ഭാവം അവനെ കൂടുതൽ അവളിലേക്ക് അടുപ്പിച്ചു. അവൻ അവളുടെ മുഖം രണ്ട് കൈകളിലായി കോരിയെടുത്തു. ഒന്ന് കുനിഞ്ഞു വന്ന് അവളുടെ ചുണ്ടിലേക്ക് അടുത്തതും ധ്രുവിൻ്റെ ഫോൺ ശബ്ദിച്ചു. അവനൊരു നിമിഷം കണ്ണുകളടച്ച് ദേഷ്യം നിയന്ത്രിച്ചു. ഈ തർക്കത്തിന് അവനെ തള്ളിമാറ്റി വൈഗ കിച്ചണിലേക്ക് ഓടി. ഡി പതിയെ. അതും പറഞ്ഞ് ധ്രുവ് കോൾ അറ്റൻഡ് ചെയ്തു. എബിയായിരുന്നു അത്. എന്താടാ തെണ്ടി, എപ്പോഴും ഉള്ളതാ അവൻ്റെ കറക്റ്റ് ടൈമിലുള്ള എൻട്രി. അതും പറഞ്ഞ് ധ്രുവ് പല്ല് കടിച്ചു. അവൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു. എബി മറുവശത്തു നിന്നും ഒരിളി പാസാക്കി. അതെന്താ മോനെ, നീ എന്താ അങ്ങനെ പറഞ്ഞത്? ഇപ്പം നീ എവിടെയാ? ഒന്നും അറിയാത്ത പോലെ എബിയുടെ ആക്കിയ ഓരോ ചോദ്യങ്ങളും. അത് ഞാൻ ഓഫീസിലാണ്. എന്താ പറ, കാര്യം പറ. എടാ പുല്ലേ, നീ പോയതിന് പിന്നാലെ ഞാനിവിടെ എത്തി. ഇപ്പോൾ ഞാൻ നിൻ്റെ ഓഫീസിലുണ്ട്. അവിടെ ഇരുന്നിട്ടാണ് ഞാൻ നിനക്ക് ഇപ്പോൾ കോൾ ചെയ്യുന്നത്. ഓ ഷിറ്റ്, ധ്രുവ് മനസ്സിലായി പറഞ്ഞു. ഡാ എവ വിളിച്ചു. എന്താടാ പുല്ലേ? ധ്രുവ് ചോദിച്ചു. അതേ, അധിക നേരം അവിടെ നിന്ന് എൻ്റെ പെങ്ങളെ ഞെക്കി പൊട്ടിക്കാതെ മോൻ വരാൻ നോക്ക്. ഞാൻ നിൻ്റെ വീട്ടിൽ കാണും. അതും പറഞ്ഞുകൊണ്ട് എബി കോൾ കട്ട് ചെയ്തു. ഇപ്പോൾ ഒരു ബാറിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് നമ്മുടെ പീറ്റർ. ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ. അപ്പോൾ തന്നെ ആടിക്കുഴഞ്ഞ് വൈഭവ് പുറത്തു വന്നു. വീഴാൻ പോയ വൈഭവിനെ താങ്ങുന്ന പോലെ ആക്ട് ചെയ്തു പീറ്റർ. എന്നിട്ട് വൈഭവിനോടായി പറഞ്ഞു, അയ്യോ സാർ, ഈ കണ്ടീഷനിൽ സാറിന് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? അതും പറഞ്ഞ് പീറ്റർ വൈഭവിനെ താങ്ങി പിടിച്ചു നിർത്തി. സാർ, എൻ്റെ വണ്ടിയിലേക്ക് കയറ്, ഞാൻ കൊണ്ടാക്കി തരാം. അതും പറഞ്ഞ് പീറ്റർ അവനെ അടിമുടിയെന്ന് നോക്കി. ഒന്ന് പോടപ്പ. അതും പറഞ്ഞ് വൈഭവ് പീറ്ററിനെ പുച്ഛിച്ചു. ഒന്നും നോക്കിയില്ല. ഒരു പൂ നുള്ളുന്ന ലാഘവത്തോടെ പീറ്റർ വൈഭവിനെ എടുത്ത് കാറിലേക്ക് ഇട്ടു. കാർ മുന്നോട്ടേക്കെടുത്തു.
ആളൊഴിഞ്ഞൊരു ഗോഡൗണിൽ പീറ്ററിൻ്റെ കാർ ഒരു ഇരുമ്പലോടെ വന്നു നിന്നു. പീറ്റർ ഇറങ്ങി ചുറ്റുപാടും നോക്കിയതിനു ശേഷം വൈഭവിനെ പിടിച്ചു വെളിയിലായി ഇട്ടു. പിന്നീട് അവിടമാകെ വൈഭവിൻ്റെ നിലവിളിയും ഉച്ചത്തിലുള്ള കരച്ചിലും മാത്രമായി പ്രതിധ്വനിച്ചു. പീറ്റർ കൈയൊന്നു കുടഞ്ഞു ഫോണെടുത്ത് ധ്രുവിനെ കോൾ ചെയ്തു കാര്യം അവതരിപ്പിച്ചു. ധ്രുവ് പീറ്ററിനോടായി പറഞ്ഞു, ആർക്ക് ഒരു സംശയം തോന്നരുത്, റോഡ് ആക്സിഡൻറ്റ്, അത്രയും മാത്രം. അതും പറഞ്ഞ് ധ്രുവ് കോൾ കട്ട് ചെയ്തു. ധ്രുവ് ചുറ്റും നോക്കി. ഒരു മാറ്റവും ഇല്ലല്ലോ ഇവൾക്ക്, അന്നും ഇന്നും ഇപ്പോഴും. ഇതൊരു കുഞ്ഞ് ലൈബ്രറി പോലെയുണ്ട്. അവനെല്ലാം ഒന്ന് നോക്കിക്കണ്ടു. എല്ലാം നല്ല അടക്കും ചിട്ടയിലും വെച്ചിരിക്കുന്നു. ധ്രുവിന് അവളോട് എന്തെന്നില്ലാത്ത വാത്സല്യം തോന്നി. ഇവളിതെവിടെ പോയി? അതും പറഞ്ഞ് അവനവിടെയെല്ലാം അവളെ ഒന്ന് നോക്കി. ലാസ്റ്റ് കിച്ചണിൻ്റെ ഭാഗത്തു നിന്നും സൗണ്ട് കേൾക്കാൻ തുടങ്ങിയതും അവൻ അവിടേക്ക് ചെന്നു. അവൾ അവന് വേണ്ടി ചുക്ക് കാപ്പി എടുക്കുകയാണ്. അതിൻ്റെ എല്ലാ സാധനങ്ങളും അവിടെ നിരത്തി വെച്ചിരിക്കുന്നു. അത് കണ്ടതും അവൻ്റെ സ്നേഹം ഇരട്ടിച്ചു. ധ്രുവ് മനസ്സിലായി പറഞ്ഞു, ഞാൻ തുമ്മിയപ്പോൾ എന്നെ ഇത്രയും കെയർ ചെയ്യുന്ന ഇവൾക്കാണോ എന്നെ ഇഷ്ടമല്ലാത്തത്? ഞാനൊന്ന് ചേർത്ത് പിടിക്കുമ്പോൾ പലപ്പോഴായി അവളുടെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്നോടുള്ള അവളുടെ പ്രണയം. ഇല്ല വൈഗ, നിന്നെ എന്നിൽ നിന്നും അകറ്റുന്ന എന്തായാലും ഞാനത് കണ്ടുപിടിക്കും. അതും ചിന്തിച്ച് അവൻ അവളുടെ അടുത്തേക്ക് ചുവട് വെച്ചു. പെട്ടെന്ന് കോഫിയുമായി തിരിഞ്ഞ വൈഗ അവനെ കണ്ട് ഒന്ന് ഞെട്ടി. ധ്രുവ് പറഞ്ഞു, ഹേ കൂൾ വൈഗ, കൂൾ. അത് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ നിന്നും കോഫി കപ്പ് വാങ്ങി ചുണ്ടോടടുപ്പിച്ചു. പെട്ടെന്ന് അവൻ എരിവലിച്ച് കോഫി കപ്പ് താഴെയായി വെച്ചു. വൈഗ ഒന്ന് ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തു പറ്റി? അത് വൈഗ, കോഫിക്ക് നല്ല എരിവ. അതും പറഞ്ഞ് അവൻ എരിവലിച്ചു. എവിടെ നോക്കട്ടെ? അതും പറഞ്ഞ് ബാക്കി കോഫി അവൾ കുടിച്ചു. എവിടെ, അത്ര എരിവൊന്നുമില്ലല്ലോ. അപ്പോഴാണ് അവൾക്ക് അവളുടെ അബദ്ധം മനസ്സിലാക്കിയത്. അവൾ എന്തോർത്തതുപോലെ അവനെ നോക്കി. ഇല്ലേ വൈഗ? അതും പറഞ്ഞ് അവൻ അവളോട് ചേർന്ന് നിന്നു. എന്നാലേ എനിക്ക് നല്ലപോലെ എരിയുന്നുണ്ട്. അതും പറഞ്ഞ് അവൻ കുനിഞ്ഞു വന്ന് അവളുടെ ചുണ്ടിലേക്കൊന്ന് നോക്കി. എന്നിട്ട് അവളുടെ കണ്ണിലേക്കൊന്ന് നോക്കി. ഒരു സമ്മതത്തിനായി പതിയെ അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലായി അമർന്നു. അവളെ അവൻ്റെ ദേഹത്തേക്ക് ചേർത്തു. കീഴ്ചുണ്ടിനെ പതിയെ അവൻ കടിച്ചു. അവളിൽ നിന്നും ഒരു പിടച്ചിൽ അവൻ അനുഭവപ്പെട്ടു. പതിയെ തുടങ്ങിയ ചുംബനം അവളുടെ രണ്ടിതളുകളെയും മാറി മാറി ചുംബിച്ചു. ഒടുവിൽ ശ്വാസം വിലങ്ങുതടിയായതും മനസ്സില്ലാ മനസ്സോടെ അവൻ അവളിൽ നിന്നും അകന്നു നിന്നു.